ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 10 മിനിറ്റ് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ അപ്പം തയ്യാറാക്കുന്നത് റവ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അതൊരു മിക്സിയുടെ ജാറിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് റവ വറുത്തതോ വറുക്കാത്തതോ എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് മൈദ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പോൾ ഈ ഈസ്റ്റ് പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആവുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല കുഞ്ഞ് തരിതരിയായിട്ടുള്ള ഈസ്റ്റ് ഇല്ലേ, അതാണ് കേട്ടോ. നമ്മുടെ സാധാ ഈസ്റ്റൊക്കെ ആണെങ്കിൽ എന്താ പറയുക, കുറച്ച് ചൂടുവെള്ളത്തിലൊക്കെ കുറച്ച് സമയം ഇട്ട് വെച്ചതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതായത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലിട്ട് മാറ്റിയിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇതാ കണ്ടോ, 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ സാധാരണ നമ്മൾ അരിയൊക്കെ അരച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊരു നോൺ സ്റ്റിക്ക് പാനിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ മാവിലേക്ക് തന്നെ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ തവി വെച്ചിട്ട് ഇങ്ങനെ ചെരിഞ്ഞു കൊടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങനെ പരത്തേണ്ടി ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ കണ്ട, ഹോൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതേ പടപടയെന്നും പറഞ്ഞിട്ട് ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം ഹോൾസൊക്കെ വന്നു കഴിയുമ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലപോലെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒരു വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ലൂസാക്കി ഇങ്ങോട്ട് എടുത്ത് അടുത്ത അപ്പം ചെയ്യാൻ നേരത്തെ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ലൂസ് ബാറ്റർ കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയെടുത്തു. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അപ്പമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇരുമ്പിൻ്റെ നമ്മുടെ സാധാരണ അപ്പച്ചട്ടി ഉണ്ടല്ലോ, അതാണ് ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം വേണം അപ്പം ചുട്ടെടുക്കാനായിട്ട് കേട്ടോ. എന്നാലാണ് നന്നായിട്ട് എഴുന്ന് വരത്തുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ അപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിന് ഗ്രീൻ പീസ് മസാലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് മസാലയുടെ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവരതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതാ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നാളെ രാവിലെ 8 മണിക്ക് മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.